എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇൻട്രോ ഒന്ന് മാറ്റിയിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും ഒരു അഭംഗി ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ദീപിക പദുക്കോണിന്റെ ഈ ഒരു പിക്കാണ്. ഈ ഒരു പിക്കിൽ സ്ലീവ്ലെസ് ഡ്രസ് ഇട്ട് ബാക്ക് സൈഡ് തിരിഞ്ഞ് നിൽക്കണം ഒരു പിക്കിൽ ടാൻ ഷോൾഡറിന്റെ രണ്ട് സൈഡിലായിട്ടും ടാൻ ഉള്ളതായിട്ട് കാണാം. അപ്പം ആ ഒരു വീഡിയോ ഒരുപാട് ആൾക്കാർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ദീപിക പദുക്കോണിന്റെ പുറത്ത് ടാൻ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അതിന് താഴത്ത് വന്നിട്ടുണ്ടായിരുന്നു ഒരു ഫേമസ് ഇൻഫ്ലുവൻസറുടെ കമൻറ്റ്. ഏകദേശം 10,000ഓളം ആൾക്കാർ ലൈക്ക് ചെയ്യുകയും 100ഓളം ആൾക്കാർ അതിന് റിപ്ലൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കമൻറ്റ് ഇങ്ങനെയായിരുന്നു: ഒരു വൈറൽ ടാൻ റിമൂവിങ് പാക്ക് ആയിരുന്നു പുള്ളിക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു പാക്ക് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടാക്കി നോക്കുകയും വീഡിയോ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പറഞ്ഞത് ഒരു അമേസിങ് റിസൾട്ട് ആയിരുന്നു എന്നാണ്. അപ്പം നമ്മൾ ഇന്ന് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, നമുക്ക് എങ്ങനെ ഉണ്ടാകും എന്നറിയണ്ടേ. ഓക്കെ, അപ്പോൾ നമ്മൾ പല രീതിയിലും സ്കിൻ ബ്രൈറ്റനിങ് ടാൻ റിമൂവിങ് പാക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും പരിപ്പ് വെച്ചിട്ട് ആദ്യമായിട്ടായിരിക്കും ഒരു പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഒരു കമന്റ് പ്രകാരം നമുക്ക് വേണ്ടത് ഈ കാണുന്ന പ്രൊഡക്റ്റുകളൊക്കെയാണ്. ഞാനത് മലയാളത്തിൽ പറയാം. ഫസ്റ്റ് എന്ന് പറയുന്നത് കടലമാവാണ് വേണ്ടത്. രണ്ടാമത്തെ കുറച്ച് തൈരും കുറച്ച് അലോവേര ജെല്ലും. നാലാമത്തെ സാധനം എന്ന് പറയുന്നത് നമ്മുടെ ചുമന്ന പരിപ്പില്ലേ, അതാട്ടോ വേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് കാണാം കേട്ടോ. വീഡിയോ ആരും തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാൻ ശ്രമിക്കണേ. പിന്നെ കുറേ ആൾക്കാരൊക്കെ വീഡിയോ കാണുന്നുണ്ട്, നിങ്ങൾ ലൈക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ലൈക്കും കൂടെ ചെയ്യാൻ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. സത്യം പറഞ്ഞാൽ ഞാൻ ഹോസ്റ്റലിലായതുകൊണ്ടാണ് ഈ രീതിയിൽ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കിതെല്ലാം കൂടെ ഒരു മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ പരിപ്പ് ഒന്നെങ്കിൽ കുറച്ച് നേരം വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തിട്ടെടുക്കുക. അപ്പോൾ ഞാൻ ഇതേപോലെ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്, കുറച്ച് അലോവേര എടുത്തിട്ടുണ്ട്, പിന്നെ കടലയുടെ പൊടിയായിട്ടാട്ടോ ഞാൻ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കടലയും പരിപ്പൊടി ഒരുമിച്ച് വെള്ളത്തിലിട്ട് ഒരുമിച്ച് വേണമെങ്കിൽ അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ കടലപ്പൊടി എടുത്തു. പിന്നെ നമ്മുടെ പരിപ്പ് ഞാൻ കഷ്ടപ്പെട്ട് കുത്തി പൊടിച്ചെടുത്തിട്ടുണ്ട്. കാരണം ഹോസ്റ്റലായതുകൊണ്ട് എനിക്ക് മിക്സി ഒന്നുമില്ല. ഞാൻ എങ്ങനെയൊക്കെയോ കുത്തി നമ്മുടെ ഇടിക്കല്ലിൽ ഇടിച്ച് ഈ പരുവത്തിലാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എവിടെയാണോ ടാനുള്ളത് അവിടെ തേച്ച് കൊടുക്കുക. ഓക്കെ, ഞാൻ കയ്യിലാണ് ഇപ്പം നിങ്ങൾക്ക് കാണിക്കാൻ എളുപ്പത്തിന് ചെയ്തു തരുന്നു കേട്ടോ. പക്ഷേ ഇത് നല്ലതാണ്, നമ്മുടെ സ്കിന്ന് നല്ലോണം ഒന്ന് ബ്രൈറ്റൺ ആവുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് കൈ തേച്ച സമയത്ത്. പിന്നെ ഞാൻ 10 മിനിറ്റോളാണ് കയ്യിൽ തേച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ നല്ല കട്ടിക്ക് ഇട്ടിട്ടുള്ളതുകൊണ്ട് തന്നെ അതങ്ങോട്ട് ഉണങ്ങിയില്ല. കാരണം നമ്മൾ പാക്ക് ഉണ്ടാക്കിയപ്പോൾ കുറച്ച് കൂടിപ്പോയി കേട്ടോ. അപ്പം ഞാൻ ഈ കയ്യേൽ ചെയ്ത് കഴിഞ്ഞിട്ട് കാലയിലും ഒക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ പാക്ക് വെറുതെ വേസ്റ്റ് ആകരുത്. കാരണം കയ്യിലെ റിസൾട്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്നാൽ പിന്നെ കാലയിലും കൂടെ കെട്ടെ കാലും കൂടെ വെളുക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഇത് നല്ലോണം തന്നെ ഇങ്ങനെ കയ്യിൽ തേച്ച് പിടിച്ചൊരു 10 മിനിറ്റ് കഴിയുമ്പോഴേ നല്ലോണം ഒന്നിങ്ങനെ മെല്ലെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മെല്ലെ ചെയ്യണം, ഇല്ലെങ്കിൽ എവിടെയൊക്കെ സ്ക്രാച്ച് വീണ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാവില്ല. അപ്പോൾ നല്ലോണം തന്നെ ഇങ്ങനെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷം കൈ ഒന്ന് കഴുകുക. ഇനി ഇങ്ങനത്തെ പാക്കുകളൊക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക നല്ലതാണ് കേട്ടോ. കാരണം ചിലപ്പോൾ ഒന്ന് കൈ ഡ്രൈ ആക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മോയ്സ്ചറൈസർ ഇടുമ്പോൾ അതങ്ങോട്ട് ഈവൻ ആക്കി പോയിക്കോളും. ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണണ്ടേ. അപ്പോൾ ഞാൻ കൈയൊക്കെ കഴുകി വന്നതിന് ശേഷം ഇങ്ങനെയാണ് റിസൾട്ട്. രണ്ട് കൈയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് നോക്കിയോ കേട്ടോ. ഇതിൻ്റെ നോർമൽ ക്യാമറയിൽ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. ഫിൽറ്ററൊന്നും ആഡ് ചെയ്തിട്ടില്ല. കാരണം ആ റിസൾട്ട് എങ്ങനെയായാലും ഞാനും ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ ഒരു മടിയില്ല, നല്ലതാണോ അല്ലയോ എന്നുള്ളത് പറയാൻ ഒരു മടിയില്ല. നിങ്ങളും ലൈവായിട്ട് തന്നെ ഈ റിസൾട്ട് കാണുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതെന്താ തോന്നിയെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ടാൻ റിമൂവിങ് പാക്ക്. നിങ്ങൾക്ക് എന്താണ് ഈ ഒരു വീഡിയോ കണ്ടിട്ട് തോന്നിയെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എനിക്ക് തോന്നിയിട്ടുണ്ടാകുന്നത് ഇത് അത്യാവശ്യം നല്ല വർക്കിംഗ് ആയിട്ടുള്ള ഒരു ടാൻ റിമൂവിങ് പാക്ക് തന്നെയാണ്. നല്ലോണം ടാനൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ലോണം തന്നെ എൻ്റെ റിസൾട്ട് മനസ്സിലാവും. എൻ്റെ കയ്യിൽ അത്ര ഞാനിങ്ങനെ ഈ ഹോസ്പിറ്റലിനകത്തൂടെയുള്ള ജോലി ആയതുകൊണ്ട് പുറത്തോട്ടൊന്നും അങ്ങനെ പോകാറില്ല. അതുകൊണ്ട് എനിക്ക് അത്രമാത്രം അങ്ങനെ ടാൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ നല്ല ടാനുള്ള വ്യക്തിക്ക് നല്ലോണം തന്നെ വർക്കാം. കാരണം എൻ്റെ കയ്യിൽ ആ ഒരു ബ്രൈറ്റ്നസ് കണ്ടാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. നല്ല വർക്കിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വർക്കായില്ലെങ്കിലും കമൻറ്റ് ഇടുക കേട്ടോ. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഇനി കാണുന്നവരെ എല്ലാവർക്കും ബൈ.